Hi all. In today's video, we will discuss about the design of grid floors. So, what are grid floors? Grid floors are the constructions in which we won't provide columns in between, or where we need more open area, we will go for a grid floor. അപ്പം അങ്ങനെ ഒരു ഗ്രിഡ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് കോളംസിന്റെ എണ്ണം കുറവായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു കോൺഫറൻസ് റൂം അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം അങ്ങനെ ഓപ്പൺ ഏരിയ കൂടുതൽ വേണം. ഇൻ ബിറ്റ്വീൻ ഇന്റർഫെയർ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് കുറവാണ് വേണ്ടത്. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വരുമ്പോഴാണ് നമ്മൾ ഗ്രിഡ് ഫ്ലോർസ് പ്രിഫർ ചെയ്യുക. ഗ്രിഡ് ഫ്ലോർസ് പ്രിഫർ ചെയ്യുമ്പം പ്രത്യേകത നമ്മൾ കോളം മാറ്റുമ്പം സപ്പോർട്ട്സ് വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ലാബുകളെ നമ്മൾ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ബീംസ് പ്രൊവൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അത് എക്സ് ആക്സിസിലും പ്രൊവൈഡ് ചെയ്യും, വൈ ആക്സിസിലും പ്രൊവൈഡ് ചെയ്യും. ഒരു മെഷ് അല്ലെങ്കിൽ മെഷ് എന്ന് പറയാൻ പറ്റില്ല, നെറ്റ് പോലെ ഫോർ എ സ്പേസിങ് ഓഫ് ഒരു 1.5 മീറ്റർ വരെയൊക്കെ ഗ്യാപ്പിലായിരിക്കും ഈ ബീംസ് ഇങ്ങനെ എക്സ് ആക്സിസിലും കൊടുക്കും, വൈ ആക്സിസിലും കൊടുക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്രിഡ് പോലെ ഫോം ചെയ്യും. ആ ഗ്രിഡിന്റെ മുകളിലാണ് ഈ സ്ലാബ്സ് പ്ലേസ്ഡ് ആവുന്നത്. ബട്ട് ദീസ് ബീംസ് ആൻഡ് സ്ലാബ്സ് ആർ മോണോലിത്തിക്കലി കാസ്റ്റഡ്. പിന്നെ ഈ കൊടുക്കുന്ന ബീംസ് ഇറ്റ് ക്യാൻ ബി പറഞ്ഞ ഓൾറെഡി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഇവർ എക്സിൽ കൊടുക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈയിൽ അങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ബട്ട് ഇൻ കേസസ് വി ക്യാൻ ഓൾസോ പ്രൊവൈഡ് ഡയഗണൽ ബീംസ്. ഇൻ ദാറ്റ് കേസ് ദേ ആർ ടേംഡ് ആസ് ഡയഗ്രിഡ്സ് എന്ന് വിളിക്കും. അതൊരു എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഇപ്പൊ ഡയഗ്രിഡ്സിലേക്ക് പോകുന്നുണ്ട്. ഗ്രിഡ് ഫ്ലോർസും നമ്മൾ എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ക്യാൻ ഗീവ് ഹൈലൈറ്റിംഗ് ലൈറ്റിംഗ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ നൗഡേസ് ഗ്രിഡ് ഫ്ലോർസ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രിഡ് ഫ്ലോറിന്റെ ഡിസൈന് ചെയ്യുന്നതിന് മുന്നേ വി ഷുഡ് ഹാവ് ആൻ അനാലിസിസ്. വി ഷുഡ് ഹാവ് ദ ഡേറ്റ അബൌട്ട് ദ ലോഡ് ആൻഡ് മൊമെന്റ് കമ്മിങ് ഓൺ ദ സ്ട്രക്ചർ. So for that analysis, we have two methods, approximate method and by plate theory, in which approximate method is a method preferred in IS code, but the plate theory, it is a little bit rigorous method. So usually they are not preferred. So in your or in this video, we will be discussing about the approximate method, which is the easiest method when compared with plate theory. So by approximate method, just given in IS 456 clause 30. And in that 30.2 discusses about the analysis. 30.4 discusses about the deflection criteria, but again that is same which is given in clause 23.2. Then the clause 30.5 that discusses about the size and position of the ribs. So what are ribs? റിബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ആ എക്സിലും വൈയിലും കൊടുക്കുന്ന ബീംസിനെയാണ് വി കോൾ ഇറ്റ് ആസ് റിബ്സ്. അപ്പം അതിന്റെ സൈസിനെയും പൊസിഷനെയാണ് ക്ലോസ് 30.5 പറയുന്നത്. അതനുസരിച്ച് ആ ക്ലോസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ റിബുകൾ തമ്മിലുള്ള സ്പേസിംഗ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1.5 മീറ്റർ സെന്റർ ടു സെന്റർ, ആസ് വെൽ ആസ് ദ വിഡ്ത്ത് ഓഫ് ദ റിബ്. ആ റിബിന്റെ വിഡ്ത്ത്, അതായത് ഇപ്പൊ നമ്മളൊരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ സ്ലാബ് ഇങ്ങനെ പോയാൽ അതിന്റെ താഴെ വി വിൽ ബി ഹാവിംഗ് ബീംസ് ലൈക്ക് ദിസ്, ന്യൂമറസ് ബീംസ് ലൈക്ക് ദിസ്, ആൻഡ് ദിസ് spacing between these are termed as ribs. So the spacing between these two ribs, it should not be greater than 1.5 meter center to center. As well as ഇതിന്റെ width, ഈ റിബിന്റെ width, it should not be less than 65 mm. 65 mm താഴെ പോകാൻ പാടില്ല ഇതിന്റെ width. Okay, so that's about the grid floors and its components. നമ്മൾ നേരെ, if you are moving on to the design, you have a problem on the screen. You can see the question. Design a reinforced rectangular grid floor for a conference room which is having a size of 15 meter by 12 meter
with center to center spacing of these ribs or beams are 1.5 meter both ways. Both ways എന്ന് വെച്ചാൽ എക്സിൽ കൊടുത്തേക്കുന്ന ബീമുകൾ തമ്മിലും 1.5 മീറ്റർ ആണ്, വൈയിൽ കൊടുത്തേക്കുന്നത് തമ്മിലും 1.5 മീറ്റർ ആണ്. And the slab thickness is 120 mm. The total load including self weight coming on the grid floor will be 4 kilonewton per meter square, and you are asked to use M20 grade of concrete and Fe415 steel. Now they are saying that you can assume that the grid floor is simply supported on all the four sides. So moving on to the problem, first we can write down the details. So the size of the grid, that is 15 meter by 12 meter size. Spacing between the ribs is given as 1.5 meter center to center. FCK, grade of concrete is M25, so FCK is 25 and Fy is 415. So then first moving on to the geometrical details of the slab or dimensions of the slab. So if in the question they have given the thickness of the slab, you can take that. Unless തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ in that case you can go for a depth which is less than 150 but greater than 80 mm. So here the depth is given as 120 mm depth തന്നിട്ടുണ്ട്. So based on that നമുക്ക് span to depth ratio continuous അല്ലെങ്കിൽ simply supportedness span to depth ratio വരുന്നത് 20 ആണ്. സോ ആ ഒരു കണ്ടീഷനിൽ നോക്കുവാണെങ്കിൽ സ്പാൻ നമുക്ക് 15 മീറ്റർ ബൈ 12 മീറ്റർ ആണ് നമ്മുടെ ഫ്ലോർ വരുന്നത്. ഇത് 15 മീറ്റർ, ഇത് 12 മീറ്റർ. ഇതിലെ ലീസ്റ്റ് വാല്യൂ എടുക്കുക ചെക്ക് ആയതുകൊണ്ട്. സോ 12 into 10 raised to 3 to make it mm divided by 20 കിട്ടുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഡെപ്ത് വരുന്നത് 600 mm ആണ് വരുന്നത്. സോ നമുക്ക് റിബിന്റെ അതായത് ആ ബീമിന്റെ ഡെപ്ത് എടുക്കുക. ഇതിപ്പോ സ്ലാബിന്റെ ഡെപ്താ കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്. സ്ലാബിന്റെ ഡെപ്ത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 120 എടുത്തത്. ബീമിന്റെ തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കാനാണ് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ 20 വെച്ച് നമ്മൾ ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡെപ്ത് ചെയ്തപ്പം കിട്ടുന്നത് 600 mm ആണ്. അപ്പം അത് വെച്ച് നമ്മൾ സെക്ഷൻ വരയ്ക്കുവാണെങ്കിൽ ഈ ഡെപ്ത് 120 ആണ് സ്ലാബിന്റെ. പിന്നെ നമുക്ക് കിട്ടി 600 ടോട്ടൽ മൊത്തത്തിലുള്ളതായിട്ട്, അതായത് സ്ലാബിന്റെയും ബീമിന്റെയും റിബിന്റെയും കൂടെ ഒരുമിച്ചുള്ളതാണെങ്കിൽ ഈ ബാക്കി പോർഷൻ റിബിന്റെ മാത്രം ഡെപ്ത് വരുന്നത് 600 minus 120 which is 480 mm. ഇനി റിബിന്റെ വിഡ്ത്ത് അത് നമുക്ക് അസ്യൂം ചെയ്യാം. യൂഷ്വലി ഇതിന്റെ ഒരു 1/3 നമുക്ക് കിട്ടിയ ഡെപ്തിന്റെ 1/3 ഒക്കെ ആയിരിക്കും നമ്മൾ ബ്രെഡ്ത്ത് എടുക്കുക. എന്ന് പറയുമ്പോൾ 600/3 which will give you 200 mm വിഡ്ത്ത് ആയിട്ട് എടുക്കാം. ഇതാണ് നമ്മൾ എടുത്ത ഗ്രിഡ് ഫ്ലോറിന്റെ സ്ലാബിന്റെ ഡെപ്തും ബീം അല്ലെങ്കിൽ റിബിന്റെ ഡെപ്തും വിഡ്ത്തും. ഇപ്പൊ ജോമെട്രിക്കൽ ഡീറ്റെയിൽസ് ആയി. നൗ അടുത്തത് നമ്മുടെ ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷനകത്ത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ലൈവ് ലോഡ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോവാന്നുള്ളതാണ്. ആദ്യത്തേത് വരുന്നത് സെൽഫ് വെയിറ്റ് ഓഫ് സ്ലാബ്. നമ്മുടെ ഈ മുകളിൽ കാണുന്ന ഈ സ്ലാബ് ഉണ്ടല്ലോ, സ്ലാബിന്റെ സെൽഫ് വെയിറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെപ്ത് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ്. ഡെപ്ത് 120 mm, മീറ്ററിൽ 0.1 ഇൻറ്റു 25, അത് 3 kilonewton per meter square എന്ന് വരും. ഇനി ഈ സ്ലാബ്
വീതി, അതായത് ഡെപ്തും ബ്രെഡ്ത്തും. മൊത്തം കോൺഫറൻസ് റൂമിന്റെ സൈസ് 15 മീറ്റർ ബൈ 12 മീറ്റർ ആണ്. അപ്പം സ്ലാബ് അത്രയും ഏരിയയിലുണ്ട്. അപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഈ 3 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ മൊത്തം നമ്മൾ ടോട്ടൽ ഏരിയയിലോട്ട് കൺവേർട്ട് ചെയ്താൽ ദ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്ലാബ് ഇസ് ഈക്വൽ ടു, 1 മീറ്റർ സ്ക്വയറിൽ 3 ആണ്. അപ്പം 15 by 12 meter multiplying. So 3 into 15 into 12. That will give you 540 kilonewton. അത്രയും ലോഡാണ് സ്ലാബിന്റെ വരുന്നത്. നെക്സ്റ്റ് വെയിറ്റ് ഓഫ് റിബ്സിന്റെ വെയിറ്റ് ഓഫ് റിബ്സ് എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻ വിഡ്ത്ത് 0.2, ഡെപ്ത് 0.48 into 25 ചെയ്യുമ്പം 2.4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് കിട്ടുക. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ റിബ്സ് മൊത്തം കോൺഫറൻസ് റൂമിന്റെ സൈസ് 15 by 12 മീറ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് എത്ര റിബ്സ് വരും? രണ്ട് റിബുകൾ തമ്മിലുള്ള സ്പേസിങ് 1.5 മീറ്റർ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം y directionൽ you have 15 meter and the spacing between two beams is 1.5. അപ്പൊ അത് എത്ര റിബ് വരുമെന്ന് കണ്ടുപിടിക്കാൻ 15 divided by 1.5, തമ്മിലുള്ള സ്പേസിങ് 1.5 ആ. മൊത്തം 15 ഉണ്ട്. അപ്പം 15 divided by 1.5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 10 റിബ്സ് ആണ് വരിക. അതില് ഈ മൊത്തം എണ്ണം കൗണ്ട് എടുക്കുമ്പം 10 റിബ്സ് എന്ന് പറഞ്ഞാൽ 10 സ്പേസിങ്സ് ആണ് വരുന്നത്. അപ്പൊ റിബ്സിന്റെ കൗണ്ട് വരുന്നത് ഇത് -1 ആയിരിക്കും. അതായത് 9 ബീംസ് ആയിരിക്കും y ആക്സിസിൽ വരിക. y ആക്സിസിനെ പെർപെൻഡിക്കുലർ ആയിട്ട്, അല്ലെങ്കിൽ x ആക്സിസിൽ വരുന്നത്, ഈ ഒരു ഡയറക്ഷനിൽ വരുന്നത് 9 എണ്ണം. അതേപോലെ ഇനിയും ഈ 12 മീറ്റർ സ്പാനിൽ എത്ര ബീംസ് വരും എന്ന് നോക്കണമെങ്കിൽ അഗെയിൻ 12 divided by 1.5 ചെയ്യാം. സോ 12 divided by 1.5 ചെയ്യുമ്പോൾ 8 ആണ് വരുന്നത്. സ്പേസിങ് അപ്പൊ 8 സ്പേസിങ്ങുകൾ വരുന്നുണ്ടെന്നാ. അതിനർത്ഥം 8 - 1 7 ബീംസ് ഉണ്ട്. അപ്പം 12 മീറ്ററിന്റെ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് 7 ബീംസ് ഇങ്ങനെ വരും. സോ യു ഹാവ് 7 ബീംസ് in y direction and 9 beams in x direction. ഇനി അതിന്റെ അത്രയും ബീംസിന്റെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നോക്കുമ്പം ടോട്ടൽ വെയിറ്റ് ഓഫ് beams in x direction is equal to, എത്ര ബീംസ് ഉണ്ട് x ഡയറക്ഷനിൽ? 7 ബീംസ് വരുന്നുണ്ട്. 7 into 2.4 into അതിന്റെ നീളം എത്ര വരുന്നുണ്ട്? 7 ബീംസ് വരുന്നു. അത് ഇതാണ്, ഈ കൗണ്ട് ആണ് അല്ലെ. 12ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. അല്ലെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിട്ട് പറയാനാണെങ്കിൽ നമുക്കിപ്പം ഇത് എക്സ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഇത് എക്സും ഇത് വൈയും ആയിട്ട് എടുക്കുവാണെങ്കിൽ ഈ കൗണ്ട് നമുക്ക് 9 എടുക്കാം. എക്സിന്റെ ഡയറക്ഷനിൽ 9 കൗണ്ട് ആണ് വന്നത്. സോ 9 into 2.4 എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് റിബ് ആണ്. ഇൻറ്റു എത്രയുണ്ട് അതിന്റെ ലെങ്ത് എന്ന്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബീം. അപ്പം എക്സ് ആക്സിസിലാവുമ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു ബീമിന്റെ നീളം എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. സോ ഇൻറ്റു 12. You get the answer as 259.2 kilonewton. ഇതേപോലെ you have to calculate the same in y direction. y directionൽ നോക്കിയാൽ ഈ ഡയറക്ഷനിൽ നമുക്ക് 7 ബീംസ് ആണ് വരുന്നത്. 7 into 2.4
ഇൻറ്റു എത്രയാണ് നീളം, എത്രയാ 15 മീറ്റർ ആണ്. സോ ഇൻറ്റു 15. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 252 kilonewton. So that is the weight of beam in x and y direction. ഇനി നമുക്കുള്ളത് ഫ്ലോർ ഫിനിഷ് ആണ്. സോ ടോട്ടൽ വെയിറ്റ് ഓഫ് ഫ്ലോർ ഫിനിഷ് is equal to, ഫ്ലോർ ഫിനിഷിന്റെ വെയിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അസംഷൻ ആയിട്ട് എടുക്കാം. ഒരു 0.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എടുക്കുവാണെങ്കിൽ, ഇഫ് നോട്ട് നിങ്ങൾക്ക് 1 ആണെങ്കിലും എടുക്കാം കേട്ടോ. 0.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഫോർ ആൻ ഏരിയ ഓഫ് 12/15. കോൺഫറൻസ് റൂമിന്റെ സൈസ് അതാണല്ലോ. അപ്പം എടുക്കുമ്പം യു വിൽ ഗെറ്റ് ദ ലോഡ് 108 കിലോ ന്യൂട്ടൺ. നൗ ടോട്ടൽ, ഇത് ഇത്രയും ഡെഡ് ലോഡുകളായിരുന്നു. ടോട്ടൽ ലൈവ് ലോഡ് ഓൺ ദ ഫ്ലോർ എന്ന് പറയുന്നത് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് 4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് നമുക്ക് ഫുൾ ഏരിയ ഓഫ് കോൺഫറൻസ് റൂമിൽ എടുക്കുമ്പം 4 ഇൻറ്റു 15 ഇൻറ്റു 12 വിച്ച് ഇസ് 720 കിലോ ന്യൂട്ടൺ. അപ്പം ഈ ലോഡ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ലോഡ്. അതായത് 540 plus 259.2 plus 252 plus 108 plus 720. Total load is equal to 1879.2 kilonewton. ആൻഡ് ഈ നമുക്ക് സ്ലാബ് നമ്മൾ അല്ലെങ്കിൽ ബീംസ് ഡിസൈൻ ചെയ്യുമ്പോൾ വി നീഡ് ദ ലോഡ് ഇൻ kilonewton per meter square. The total load calculate ചെയ്ത് നമ്മൾ we have to convert it into kilonewton per meter square. For that divide by the area. അപ്പോൾ ഈ 1879.2 divided by 12 into 15 ചെയ്യുമ്പം you will get the load in kilonewton per meter square. 10.44 kilonewton per meter square is the load per meter square. So this is the load calculation. So we got the load in meter square. Now we can move on to the design of top slab. Design of top slab is the first step. Design of top slab. Okay. For that, we know the load on the slab is 10.44 kilonewton per meter square. ഇനി നമ്മൾ ചെയ്യുന്നത്, what we are doing is we will use the table 26 given in IS 456 to get the coefficients to find out the moment. As per IS 456, moment can be calculated. M is equal to load W into coefficient alpha into L square, where L is the span. Referring to table 26. Table 26 refer and you should have the aspect ratio with this. That is Ly by Lx ratio. You should have that with you. So Ly by Lx we have the conference room of size 15 by 12 in which you have 9 beams in this direction and 7 beams in this direction. So നമ്മളപ്പോൾ ഡിസൈൻ ചെയ്യുമ്പം ഈ 2 ബീമുകളുടെ ഇടയിലുള്ള ഇത്രയും പോർഷനെ വി ആർ ഗോയിങ് ടു ഡിസൈൻ. എന്ന് പറയുമ്പോൾ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെ 4 സൈഡും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അതായത് ഇന്റീരിയർ പാനൽ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പൊ ടേബിൾ 26 ഇന്റീരിയർ പാനൽ എന്നുള്ള കണ്ടീഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇനിയും Ly by Lx റേഷ്യോ നോക്കുമ്പം ഈ ഒരു പോർഷന്റെ Ly എത്ര, Lx എത്ര, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്പേസിങ് 1.5 ആണ് ഇൻ ബോത്ത് വേസ് എന്ന ക്വസ്റ്റ്യനിലുണ്ട്. സോ Ly ആൻഡ് Lx,
both are 1.5. So the aspect ratio is 1. So from table 26 for interior panel aspect ratio 1, you will get the moment as negative moment mu coefficient is 0.032 and for positive moment coefficient is 0.024. ആ coefficients കിട്ടിക്കഴിഞ്ഞാൽ then you can multiply that with W into L square. W, you know the value as 10.44. L value is 1.5. നമ്മുടെ ഈ സ്ലാബിന്റെ സ്പാൻ ആണല്ലോ 1.5 ആണ്. So substituting these values, you will get the negative moment as 0.751 kilonewton meter per meter and positive moment as 0.56 kilonewton meter per meter. So you got the values of moment. Now based on this, നമുക്ക് moment കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ next step, first we will check the depth. Second, we will go for the design of reinforcement. So first moving for the depth check, ഇതിന് maximum moment 0.751 ആണ്. അത് വെച്ച് check for depth ചെയ്താൽ you know the equation. നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് mu by 0.138 FCK B. So mu value is 0.751 into 10 raised to 6 by 0.138 into 25 into B is 1.5, which is 1500. You take the root and then you will get the value as 14.75, which is far 14.75 ആണ് വേണ്ടത്. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് 120 ഉണ്ട്. So we can go, the depth for the slab is satisfied. The depth 120 mm provided is okay. അത് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ we can go on for the design of reinforcement. റീഇൻഫോഴ്സ്മെന്റിന്റെ ഡിസൈനിന് പോകുമ്പം നേരത്തെ പോലെ തന്നെ എല്ലായിടത്തും ചെയ്യുന്ന സെയിം ഇക്വേഷൻ mu is equal to 0.87 Fy AST D. This equation is given in the code. IS 456 annexil കൊടുത്തിട്ടുണ്ട് same equation. Substituting the value for mu for as the highest value of moment. Momentന്റെ highest value ഇട്ട് കൊടുത്ത് അതിനുള്ള AST കണ്ടുപിടിക്കുകയാണ്. Fy 415 ആണ്. 0.87 into 415 into AST നമുക്ക് അറിയത്തില്ല. Let it be like that. Depth is 120 or the effective depth can be taken as 100. Cover 120 മാറിക്കഴിഞ്ഞാൽ പിന്നെ 1 minus AST into 415 into 1000, depth again 100 into 25. So solve ചെയ്യുമ്പം you will get the AST value as 20.8 mm square. എന്ന് പറയുമ്പോൾ വളരെ മിനിമം ആണ്. പക്ഷെ അത്രയും we can't provide a slab with this minimum area of steel. According to IS 456, you should provide a minimum of 0.15% of gross cross-sectional area of this slab. അപ്പം നമ്മൾ ഒരു മിനിമം AST പ്രൊവൈഡ് ചെയ്യാണ്, which is 0.15. ഇത് സ്ലാബിന്റെ കേസിൽ we have already studied. The minimum percentage of steel provided for slab is specified in the code as 0.15%. So into 1000 into depth. Overall depth ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്, കാരണം ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. So from that you will get 180 mm square. Now using 8 mm diameter bar, you will get the spacing. സ്പേസിംഗ് ഒക്കെ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ അറിയാവുന്നതായിരിക്കുമല്ലോ. സ്ലാബ് ചെയ്യുന്ന കണക്ക് തന്നെ, അതായത് 1000 divided by number of bar കണ്ടുപിടിക്കാൻ AST by area of 1 bar. അങ്ങനെ ചെയ്യുമ്പോൾ you will get the spacing. അത് വരുന്നത്
279, which you can approximate as 280 mm center to center. So you can write the statement as provide 8 mm phi bar at 280 mm center to center. Next, moving on to the design of ribs. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് സ്ലാബിന്റെയാണ്. ഇനി അടുത്തത് നമ്മൾ വി ആർ മൂവിങ് ഓൺ ടു ദ ഡിസൈൻ ഓഫ് റിബ്സ്. ഡിസൈൻ ഓഫ് റിബ്സിന്റെ കേസിൽ വരുമ്പം അഗെയിൻ വി വിൽ യൂസ് ദ ടേബിൾ 26 ഇറ്റ്സെൽഫ്. അതിൽ നമ്മൾ സെയിം ഇന്റീരിയർ പാനലിന്റെ കണ്ടീഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹിയർ അഗെയിൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആസ്പെക്ട് റേഷ്യോ LY/LX. ഈ കേസിൽ നോക്കുമ്പം റിബ്സ് ആയിട്ട് നമ്മൾ മൊത്തം കണക്ട് ചെയ്തെടുക്കുന്ന ഫുൾ സ്ലാബിന്റെ ഡയമെൻഷൻ ആണ്. റിബ്സ് അക്രോസ് പോകുന്നുണ്ടല്ലോ. ദ ഡയമെൻഷൻ 15 മീറ്റർ ആൻഡ് എക്സ് ആക്സിസിൽ 12 മീറ്ററും വൈ ആക്സിസിൽ 15 മീറ്റർ. ദാറ്റ് അഗെയിൻ assumption that നമുക്ക് തന്നിരിക്കുന്ന സ്ലാബിന്റെ ലോങ്ങർ ഡയമെൻഷൻ is taken as LY, the shorter dimension is taken as LX. So അങ്ങനെ വരുമ്പം finding out the aspect ratio 15/12 will get 1.25. From looking into the table 26 for interior panel LY/LX 1.25, you can see that you have short span coefficient and long span coefficient. രണ്ടും ഉണ്ട്. നേരത്തെ കേസിൽ സ്ലാബിന് ചെയ്തപ്പം ലോങ് സ്പാനും ഷോർട്ട് സ്പാനും സെയിം വാല്യൂസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡിസൈൻ തീർന്നു. രണ്ട് മൊമെന്റേ ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം മൊമെന്റ് എടുക്കുന്നു, അത് വെച്ച് ഡിസൈൻ ചെയ്യുന്നു. പക്ഷെ ഇൻ ദിസ് കേസ് രണ്ടും രണ്ട് ഡിഫറെന്റ് വാല്യൂസ് ആണ്. ഷോർട്ട് സ്പാനില് നെഗറ്റീവ് ആൽഫ കോഎഫിഷ്യന്റ് 0.045 and alpha x positive value is 0.034. Long span negative value 0.032, positive coefficient 0.024. ഇതിന്റെ 4 വാല്യൂസും correspondingly we have to find out. Short spanലെ നെഗറ്റീവ് മൊമെന്റ് is equal to ഈ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആൽഫ എക്സ് ഇൻറ്റു W ഇൻറ്റു L സ്ക്വയർ. അതിൽ LX ആട്ടോ. നമ്മൾ ഓൾറെഡി കോഡിലുണ്ടത്. നമ്മൾ LX ആണ് എടുക്കുന്നത്. സോ എഫക്റ്റീവ് സ്പാൻ ഇൻ എക്സ് ഡയറക്ഷൻ. Again, WU is 10.44 as we have found out in the load calculation. Alpha value 0.045. LX വരുന്നത് X ഡയറക്ഷനിലെ എഫക്റ്റീവ് സ്പാൻ. ഇത് സ്പാൻ വരുന്നത് 12 ആണ്. എഫക്റ്റീവ് സ്പാൻ എടുക്കണമെങ്കിൽ യു ക്യാൻ സബ്സ്ട്രാക്ട് ദ വിഡ്ത്ത് ഓഫ് സപ്പോർട്ട്സ്. അപ്പം സപ്പോർട്ട്സിന്റെ വിഡ്ത്ത് മൊത്തം ഒരു 0.5, അതായത് രണ്ടറ്റത്തും 0.5 വരുമ്പം 0.25 അതായത് ഇവിടെയും 0.5 ഉണ്ട്, ഇവിടെയും 0.5 ഉണ്ടെങ്കിൽ സപ്പോർട്ട് വിഡ്ത്ത് center to center distance will come as 12 minus 0.5/2 minus 0.5/2, which is 11.5. So LX you can take it as 11.5. In that way, you can find out negative moment in short span. Positive moment in short span is equal to 0.034 into WU 10.44 into LX square, again 11.5 square. From negative moment in the short span direction വരുന്നത് 62.13 and positive is 46.94. Similarly, for long span condition, negative MY is 0.032 into 10.44 into 11.5 square, which is 44.18, and positive long
span coefficient is 0.024 into 10.44 into 11.5 square, which is 33.13 kilonewton meter per meter. So you will get four moment values: 62.13, 46.94, 44.18, 33.13 in short span and long span directions. Now, based on this, we can move on to the design. For that, first we will design the reinforcement for the short span direction. Wait a minute. Okay. Now moving on to the short span direction, you have two moment values, 62.13 and 46.94. In these values, ഈ 62.13 46.94 നമ്മൾക്ക് കിലോ ന്യൂട്ടൺ meter per meter ലാ വന്നേക്കുന്നത്. We have to convert that for moment per rib. ഒരു റിബില് എത്ര മൊമെന്റ് വരുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ you know the spacing between the ribs as 1.5 meter ആണ്. So the negative moment per rib is equal to 62.13 into 1.5. അപ്പോൾ ഒരു മീറ്ററിലുള്ളത് നമുക്ക് കിട്ടും. ഇതിപ്പോ സ്പേസിങ് 1.5, ഇത് ഒരു മീറ്ററിനുള്ളതാണ് 62.13. പക്ഷെ ഇവർ തമ്മിലുള്ള സ്പേസിങ് 1.5 ആണ്. സോ വി ക്യാൻ കൺവേർട്ട് ദാറ്റ് ടു 1.5 മീറ്ററിലുള്ളത് ഒരു ബീമിലേക്ക് വരുന്നതായിരിക്കുമല്ലോ. സോ 62.13 ഇൻറ്റു 1.5. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ റിബ്സ് പോകുന്നതിൽ ഈ രണ്ട് റിബുകൾ തമ്മിലുള്ള സ്പേസിങ് 1.5 ആ. ശരിക്കും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത മൊമെന്റ് പെർ മീറ്ററില, ഒരു മീറ്ററിലുള്ളതാ കിട്ടിയേക്കുന്നത്. പക്ഷെ ശരിക്കും ഇത് 1.5 മീറ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? 1.5 മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത്രയാണല്ലോ ഒരു റിബിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് വി ആർ മൾട്ടിപ്ലൈയിങ് ദ മൊമെന്റ് വിത്ത് 1.5. ഇതേപോലെ തന്നെ പോസിറ്റീവിന്റെയും ചെയ്യണം. 46.94 into 1.5. And the values are 93.19 kilonewton meter, 70.41 kilonewton meter. ഇനിയും മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് ഡെപ്ത് ചെക്ക് ചെയ്യുക, ദെൻ ഡിസൈൻ ഫോർ റീഇൻഫോഴ്സ്മെന്റ്. ഇപ്പൊ ഡെപ്ത് ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം മൊമെന്റ് വെച്ച് ചെക്ക് ചെയ്യുക. ഇവിടെ ഉള്ളത് 93.19 ആണ്. അപ്പൊ അത് വെച്ച് ഡെപ്ത് ചെക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഇക്വേഷൻ തന്നെ d is equal to root of mu by 0.138 FCKB. അതിൽ എമ്മിന് 93.19 into 10 raised to 6 ഇടുക. ദെൻ FCK 25, B 1000. അല്ല, ഇവിടുത്തെ റിബിന്റെ വിഡ്ത്ത് 200 വിട്ട് കൊടുക്കുമ്പം you will get the depth as 367.5. പക്ഷെ നമ്മൾ ഓൾറെഡി 480 mm കൊടുത്തിട്ടുണ്ട്. സോ ഡെപ്ത് ഇസ് ഓക്കെ. അപ്പൊ അവിടെ സേഫ് ആയി. ഇനി നമുക്ക് റീഇൻഫോഴ്സ്മെന്റിലേക്ക് പോകാം. റീഇൻഫോഴ്സ്മെന്റ് അഗെയിൻ രണ്ട് വാല്യൂ ഓഫ് മൊമെന്റ് ഉണ്ട്, നെഗറ്റീവ് മൊമെന്റും പോസിറ്റീവ് മൊമെന്റും. നെഗറ്റീവ് മൊമെന്റിനുള്ള 93.19 AST കണ്ടുപിടിക്കണം. അതിന് നമുക്ക് നേരത്തെ ഇക്വേഷൻ തന്നെ mu is equal to 0.87 FY AST D 1 minus AST FY by BD CK. അപ്പൊ ആ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ തന്നെ ഇതിൽ ഇട്ട് കൊടുത്ത് mu 93.19 into 10 raised to 6 ഇട്ട് കൊടുത്ത് ഡെപ്ത് 480 ആണ്, ബ്രെഡ്ത്ത് 200 ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തു കഴിയുമ്പം ASTയുടെ വാല്യൂ 575 mm² എന്നാണ് വരിക. അപ്പം ടേക്കിംഗ് a 16 mm diameter bar, നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ബാർസ് വരുന്നത്
3 bar വരും. So 3 bar 16 mm bar we have to provide for negative moment. നെഗറ്റീവ് മൊമെന്റ് വരുന്നത് സപ്പോർട്ട്സിൽ മുകളിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ റിബ്സിന്റെ ടോപ്പ് പോർഷനിലാണ് നമ്മൾ ഈ 3 ബാറുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി പോസിറ്റീവ് മൊമെന്റ് 70.41 AST ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെയും നമ്മൾ സെയിം 16 mm ബാർ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഡിസൈൻ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ എളുപ്പമാവുന്നത്. അപ്പൊ അവിടെ AST കാൽക്കുലേറ്റ് ചെയ്യുക, നമ്പർ ഓഫ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കിട്ടുന്നത് പോസിറ്റീവ് മൊമെന്റിനുള്ളതാണ്. മൊമെന്റ് പോസിറ്റീവ് വരുന്നത് റിബിന്റെ ബോട്ടം പോർഷനിലാണ്. സോ അത് നമുക്കിവിടെ ഈ ബോട്ടത്തിലാണ് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് ഷോർട്ട് സ്പാനിലുള്ള ബീംസിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ലോങ് സ്പാനിലും നമുക്ക് മൊമെന്റ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. 44.18ഉം 33.13. അതും ഇതേപോലെ തന്നെ മൊമെന്റ് പെർ റിബിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഡെപ്ത് ചെക്ക് ചെയ്യുക, എന്നിട്ട് പോസിറ്റീവ് മൊമെന്റിനും സ്റ്റീൽ കണ്ടുപിടിക്കുക, നെഗറ്റീവ് മൊമെന്റിനും സ്റ്റീൽ കണ്ടുപിടിക്കുക. അവിടെയും നമ്മൾ ഈ നേരത്തെ എടുത്ത 16ന്റെ തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഡീറ്റെയിലിംഗ് ചെയ്യുമ്പം. അത് ഇതുപോലെ തന്നെ ഇവിടെ 16 എടുത്തോണ്ടാട്ടോ, ഇവിടെ ഒരു 20 എടുക്കുന്നെങ്കിൽ അവിടെ നമ്മൾ 20 എടുക്കണ്ട. അപ്പൊ ഏത് കമ്പി എടുക്കുന്നു അത് തന്നെ എടുത്താൽ കൂടുതൽ എളുപ്പം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് ഇവിടെയും നെഗറ്റീവ് മൊമെന്റിനുള്ള സ്റ്റീൽ കണ്ടുപിടിക്കണം, പോസിറ്റീവ് മൊമെന്റിനുള്ളത് കണ്ടുപിടിക്കണം. നെഗറ്റീവ് മൊമെന്റിനുള്ളത് ടോപ്പിലും പോസിറ്റീവ് മൊമെന്റിനുള്ളത് റിബിന്റെ ബോട്ടത്തിലും പ്രൊവൈഡ് ചെയ്യാം. അത് ലോങ് സ്പാനിലുള്ള റിബുകൾക്ക്, ബീമുകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് അത്രയും ചെയ്യുമ്പം റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് കഴിയും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള സെക്ഷൻ ഡീറ്റെയിലിംഗും കൂടെ വരയ്ക്കുക. അപ്പൊ അതങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റിബ്സ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവും എന്ന് കാണിക്കുക. പിന്നെ സ്ലാബിന്റെ ഡെപ്ത് 120, റിബിന്റെ വിഡ്ത്ത് 200, ഡെപ്ത് 480. നമ്മൾ സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് കാണിക്കണം. നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരുന്നു 6 mm 280 mm സെന്റർ ടു സെന്റർ എന്ന് കൊടുത്തായിരുന്നല്ലോ, അത് നമ്മളിവിടെ കാണിക്കണം. അതിന്റെ ഒപ്പം തന്നെയാണ് ഈ റീഇൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് മൊമെന്റിനുള്ളത് ടോപ്പിൽ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ, അതേപോലെ തന്നെ ബോട്ടത്തിലും പോസിറ്റീവ് മൊമെന്റിനുള്ളത് ബോട്ടത്തിലും കൊടുത്ത് ഇത് ബീമിന്റെ, അതായത് റിബിന്റെ റീഇൻഫോഴ്സ്മെന്റുകളാണ്. ഏതാ 16 mm 5 എടുത്ത് ചെയ്തത്. പോസിറ്റീവിനുള്ളത് താഴെയും നെഗറ്റീവിനുള്ളത് റിബിന്റെ മുകളിലുമാണ് നമ്മൾ കൊടുക്കുക. ഇതിപ്പം ഏത് ഡയറക്ഷനാന്ന് കാണിക്കണേ. എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് വൈ ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെന്റുകളാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് 6 mm 5 280 mm സെന്റർ ടു സെന്റർ. 280 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ്, 6 mm അല്ല, 8 mm ബാറാണ്. 8 mm ബാറ് 280 mm സെന്റർ ടു സെന്റർ പ്രൊവൈഡ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ച് വൈ ആക്സിസിലുള്ളതും ഡീറ്റെയിലിംഗ് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. പക്ഷെ ഇനി ഏതെങ്കിലും ഒരു ഡീറ്റെയിലിംഗ് വരച്ചാൽ കംപ്ലീറ്റ് ആവും അത്. പിന്നുള്ളത് ഈ കാണിച്ചേക്കുന്ന ഷിയർ ആണ്. ഷിയറിനുള്ള ഡിസൈൻ നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ ആദ്യമേ ചെക്ക് ഫോർ ഷിയർ ചെയ്യാം. ചെക്ക് ഫോർ ഷിയർ ചെയ്യുമ്പം നേരത്തെ പോലെ തന്നെ ടോവി ടോസി കണ്ടുപിടിക്കുക. ടോവി കണ്ടുപിടിക്കാൻ BU by BD. BUവിന്റെ ഇക്വേഷൻ സിംപ്ലി സപ്പോർട്ട് ആണ് WL/2. W 10.44 ആണ്, L 11.5 ആണ്. ചെയ്യുമ്പോൾ VU കിട്ടും. അത് 60.03 ആണ് വരുന്നത്. അത് ഡിവൈഡഡ് ബൈ B എന്നുള്ളത് 1500. നമ്മുടെ റിബുകൾ തമ്മിലുള്ള സ്പേസിങ്, ഡെപ്ത് 480.
ഇട്ട് കൊടുക്കുമ്പോൾ ടോവി വാല്യൂ കിട്ടും. ടോസി നമ്മൾ ടേബിൾ 19 നിന്ന് യൂസ് ചെയ്യുക. നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ടോവി ലെസ് ദാൻ ടോസി ആണ് യൂഷ്വലി വരുന്നത്. ഇൻ കേസ് തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ നമ്മൾ ടോവി ലെസ് ദാൻ ടോസി ആണ് വരുന്നത്, അപ്പൊ നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ മതി. അപ്പൊ നമ്മളൊരു 8 mm 2-legged stirrup at 300 mm സെന്റർ ടു സെന്ററിന് പ്രൊവൈഡ് ചെയ്യുക. ഇൻ കേസ് ടോവി ഗ്രേറ്റർ ദാൻ ടോസി വരുവാണെങ്കിലും ഷിയർ ഡിസൈൻ ചെയ്യാൻ നിൽക്കണ്ട, കാരണം വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഇത്രയും ഡിസൈൻ ചെയ്ത് വരുമ്പോൾ സമയം പോകും. അപ്പൊ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൂടുതൽ വന്നാലും ടോവി ഗ്രേറ്റർ ദാൻ ടോസി വന്നാലും അത് വളരെ നോമിനല് കൂടാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ വന്നാൽ യു ക്യാൻ ജസ്റ്റ് പ്രൊവൈഡ് എഴുതുക, പ്രൊവൈഡ് 8 mm 2-legged stirrup at 250 or 300 mm സെന്റർ ടു സെന്റർ എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് ഇവിടെ അതും കൂടെ അങ്ങ് കാണിച്ചേക്ക് 8 mm 2-legged stirrup at 280 mm അല്ലെങ്കിൽ 300 mm സെന്റർ ടു സെന്റർ. അതുകൊണ്ട് നമ്മുടെ ഗ്രിഡ് ഫ്ലോറിന്റെ ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.